നമ്മളിതൊരു കുഴിമന്തിക്കറിയാണ് കേട്ടോ പറയണേ. വീട്ടിൽ കുഴിമന്തി ഉണ്ടാക്കുന്നത് വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തൊട്ടടുത്ത് സൂപ്പർ മാർക്കറ്റിൽ പോയി. അപ്പോൾ ഞാൻ ഈ റൈസ് വാങ്ങുന്ന കൂടുതൽ നാരങ്ങ ചോദിച്ചു, ഉണക്ക നാരങ്ങ. അപ്പോൾ ഇത്ത പറഞ്ഞു, മോളെ ഇതിൻ്റെ കിറ്റ് ഉണ്ട്, കുഴിമന്തി കിറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ അതായിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് നമ്മൾ അത് വാങ്ങിച്ച് വീട്ടിൽ വന്നു. റൈസൊക്കെ സെറ്റ് ചെയ്ത് ചിക്കൻ സെറ്റ് ചെയ്തു കേട്ടോ. ചിക്കനൊക്കെ സെറ്റ് ചെയ്ത ശേഷം റൈസ് വേവിച്ച് ഇടാൻ നോക്കിയപ്പോൾ റൈസ് എന്ത് ചെയ്ത് വേകുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ഓൾറെഡി അതിലേക്ക് ഇട്ടും പോയി. മിക്സ് ചെയ്ത് കഴിഞ്ഞ് ആണ് നമ്മളിത് വെന്തില്ല എന്നുള്ളത് ശരിക്കും മനസ്സിലായി കേട്ടോ. അങ്ങനെ നമ്മൾ കുക്കറിലിട്ടടിച്ച് ആകെ തവിട് പൊടിയായി, കുഴിമന്തി ഓളമായി. റൈസ് എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരിയില്ലേ അതുമാതിരി ഇരിക്കുക. കുഴിമന്തി റൈസ് എന്നൊന്നും അതിന് പറയാനേ പറ്റില്ല. അങ്ങനെ നമ്മൾ അതിൻ്റെ ബാക്കി വന്ന റൈസ് നമുക്ക് കാട്ടിക്കളയാൻ പറ്റുമോ? അത് നമ്മൾ വീട്ടിലിരിക്കേണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് വെച്ച് ഇന്ന് സൺഡേ സ്പെഷ്യൽ ഇറച്ചിച്ചോറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് സ്പെഷ്യൽ ഇറച്ചിച്ചോറാണ് കേട്ടോ. അപ്പോൾ ഇറച്ചിച്ചോറ് എന്തായാലും കൊള്ളാം, കുഴിമന്തി അപേക്ഷിച്ച് ബെറ്റർ ആയിരുന്നു കേട്ടോ. അപ്പോൾ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.